ഒരു വൈകാരിക സന്ദർഭമായിരുന്നല്ലോ അല്ലേ? ശരി. തീർച്ചയായിട്ടും സൈന മറ്റ് നിരവധി പേരുടെ കൂട്ടത്തിൽ അന്ന് തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിനിടയിൽ വന്നിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിൽ വന്ന് കണ്ട് പോരുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ധ്യാന നിവേദും ഇഷാനും 4 മുതൽ 8 വരെ പ്രായത്തിനിടയിൽ 3 പേര് ഒരുമിച്ച് നഷ്ടപ്പെട്ട ഒരു കുടുംബനാഥയാണ് അവർ. തിരിച്ചു പോരുമ്പോൾ സഹോദര തുല്യമായിട്ടുള്ള സ്നേഹത്തോടെ സൈന ജയിച്ചിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു. ഉറപ്പായിട്ടും വരും എന്ന് ഞാൻ വാക്ക് പറയുകയും ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സൈനയും അനീഷും മാത്രമല്ല, ഇവിടുത്തെ ദുരന്തബാധിതരും അല്ലാത്തവരുമൊക്കെ ആയിട്ടുള്ള നല്ലൊരു ശതമാനം ആളുകളോട് കുടുംബബന്ധം പോലെ ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണെന്നുള്ളതുകൊണ്ട് ഞാൻ 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ് 5-ാം തീയതി തന്നെ ഇങ്ങോട്ട് വരണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചതാണ്. പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാർട്ടി കമ്മിറ്റികൾ, മഴ, ഇപ്പം ഞങ്ങൾ അവിടുത്തെ LDFൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളാകെ ഒല്ലൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹികളാകെ ഒരുമിച്ച് വാക്കുപാലിക്കുക എന്നുള്ളതല്ല, സൈനയുടെ കുടുംബം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജ്യേഷ്ഠ സഹോദര തുല്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്നൊരു കുടുംബം എന്ന നിലയിൽ വരാനും ഇവരുടെയൊക്കെ താമസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ടൗൺഷിപ്പിൽ ഒന്ന് പോകാനും ഇവരുടെയൊക്കെ വീടുകളുടെ സ്ഥിതി എന്തായെന്നറിയാനും ഒക്കെയുള്ള ആകാംക്ഷ കൊണ്ടുകൂടി വന്നതാണ്. ആ 3 മക്കളുടെ ഓർമ്മ പുതുക്കുന്ന പുത്തുമലയിലെ ഈ ഹൃദയഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ ഒരുപാട് വികാരങ്ങളുണ്ട്. സൈനയോട് പറഞ്ഞതുപോലെ നേരിട്ട് കാണാൻ പറ്റാത്ത മക്കളുടെ മുമ്പിലേക്ക് വരിക എന്നുള്ള ഒരു ചുമതല നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് വരാനിടയായത്. അതിനുശേഷം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ നേരിടേണ്ട ഒരു അവസ്ഥ പ്രവണതയല്ലല്ലോ അല്ലേ? ഉറപ്പായിട്ടും അവർ അത്ര വികാരപരമായിട്ടാണ് ഒരു ഘട്ടത്തിൽ എന്നോട് അങ്ങനെ ചോദിക്കാനിടയായത്. വളരെ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യത്തിലുമാണ് അവരവിടെ വന്നു, ഞങ്ങളെയൊക്കെ കണ്ടു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, വീട്ടിലൊരാൾ മത്സരിക്കുമ്പോൾ എങ്ങനെയാണോ ഇടപെടുക, ആ വികാരത്തോടെ അവർ വന്നു, ഞങ്ങളെ കണ്ടു. അവിടുത്തെ ഒരു യോഗത്തിൽ പങ്കെടുത്ത് തിരിച്ചു. അതൊന്നും ഏതെങ്കിലും വിധത്തിൽ അനാവശ്യമായ ചർച്ചകൾക്ക് വിധേയമാക്കാനേ പാടില്ലായിരുന്നു. ഇനിയും ഒരു ചർച്ച അക്കാര്യത്തിൽ തുടങ്ങി വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടും അതൊക്കെ കേരളത്തിൻ്റെ ജനത സാധാരണ നിലയിൽ മനസ്സിലാക്കിയ കാര്യങ്ങളായതുകൊണ്ടും പ്രത്യേകിച്ച് വളരെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും പാടില്ലാത്ത ഒന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും സൈബർ ആക്രമണങ്ങളും. ആ പെൺകുട്ടി തന്നെ, എൻ്റെ അനിയത്തി തന്നെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും.